ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാനിന്ന് ഇ ഡി എന്ന് പറഞ്ഞ സിനിമ, അത് എക്സ്ട്രാ ഡീസന്റ്, ആ പടം സുരാജ് അഭിനയിച്ച പടം കണ്ടു. പടം ഒരു എങ്ങനെ പറയാ, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോമഡി ഇപ്പൊ മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട്, ഈ വിനീത് ശ്രീനിവാസന്റെ ഒരു പടമുണ്ട്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അതേപോലത്തെ ഒരു ലെവൽ. അത് മറ്റൊരാളെ എങ്ങനെ പറയാ, ഇപ്പൊ അല്ല ശരിക്കും പറഞ്ഞ ഈ ഇടി എന്ന് പറഞ്ഞ പടം, അതായത് സുരാജ് ഒരു സൈക്കോ കഥാപാത്രമായിട്ടാണ്. അപ്പൊ സൈക്കോ കഥാപാത്രമാകുമ്പോ അറിയാൻ പാടില്ലേ പുള്ളിയുടെ രസങ്ങളും, രസമല്ല, പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ. അപ്പൊ പുള്ളി ആ ഒരു രീതിയിൽ പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത്, ഈ പടത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അത് തന്നെ രസമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പാട്ടുകളൊക്കെ നല്ല പഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള പാട്ടുകളാണ്. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരുന്നു പറഞ്ഞാൽ, ശരിക്കും ഇത് ഈ സൈക്കോ കഥാപാത്രമായിട്ട് ഇവ ശരിക്കും ഒരു എങ്ങനെ പറയാ, കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോണ ഒരു രീതിയിലാണ്. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടു നോക്ക്. കാരണം എന്തായാലും റൈഫിൾ ക്ലബ്ബ് ഞാൻ ഇന്നാള് കണ്ട പടമാണ്, അതിനേക്കാളും നല്ലത് എനിക്ക് ഇതായിട്ട് തോന്നണേ. കാരണം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു വിചാരിച്ച ഒരു ഇത് എനിക്ക് തന്നില്ല പടം. എക്സ്ട്രാ ഡീസന്റ് ആയാലും അത് പടം കണ്ടിരിക്കാനുള്ള ഒരു പടമുണ്ട് എക്സ്ട്രാ ഡീസന്റ്. പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ. എന്തായാലും ഒരു മസ്റ്റ് വാച്ചിങ് എന്നൊന്നും പറയാനില്ല. അതായത് മുകുന്ദനുണ്ണി പോലത്തെ ഒരു പടമാണ് എക്സ്ട്രാ ഡീസന്റ് ഇ ഡി എന്ന് പറഞ്ഞ പടം. പിന്നെ അതിന്റെ ക്ലൈമാക്സ് ആകുമ്പോ ഈ ഇ ഡി എന്നുള്ളതിന് വേറൊരു ഫുൾ ഫോം കൂടി വന്നിട്ട് എക്സ്ട്രാ, അത് അല്ല, അത് നിങ്ങളുടെ തിയേറ്ററിൽ പോയി കണ്ടു നോക്ക്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. ആ കാര്യങ്ങൾ പറഞ്ഞ കഥ എങ്ങനെ പോണേ, ഏത് രീതിയിലാണ് പോണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും സുരാജിന്റെ സൈക്കോ കഥാപാത്രമാണ് എന്തായാലും രസമായിട്ട് തോന്നിയായിരുന്നു. ഇപ്പൊ സുരാജ് ബാക്ക് ടു മറ്റേ കോമഡി പടങ്ങൾക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു പടം, കുഴപ്പമില്ല. ശരി.